തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്നൊരു പരാതി കഴിഞ്ഞ ദിവസം വന്നിരുന്നത് തുടർന്നൊരു യുവാവ് മരിച്ചതും എന്തായാലും നിർണായക സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ബിസ്മിന് അസ്വസ്ഥതയുണ്ടാകുന്നതും സഹായം തേടുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട്. പ്രാഥമിക ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണത്തിന് തെളിവാകുന്ന ഒരു ദൃശ്യം കൂടിയാണിത്. സിസിടിവി ദൃശ്യങ്ങളാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ 19-ാം തീയതിയാണ് ബിസ്മിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്നത്, കടുത്ത ശ്വാസമുട്ടലുണ്ടാകുന്നത്. 13 വയസ്സ് മുതൽ ഹൃദ്രോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള ആളാണ് ബിസ്മിൻ. 37 വയസ്സായിരുന്നു. രാത്രി ബുദ്ധിമുട്ട് കൂടിയപ്പോൾ ബിസ്മിനെ ഭാര്യ ജാസ്മിനാണ് സ്കൂട്ടറിൽ ഇരുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നത്. വിളപ്പിൽശാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് എത്തിക്കുന്നത്. അതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ്. അതായത് 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്ന ആരോഗ്യ കേന്ദ്രം തന്നെയാണത്. ആ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അതിന്റെ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ സിസിടിവി ദൃശ്യങ്ങൾ ഏതാനും മിനിറ്റുകൾ നീളുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ബിസ്മിൻ കടുത്ത ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ സഹായത്തിനായി തേടുന്നുണ്ട്, പരിഭ്രാന്തിയാകുന്നുണ്ട്. പല വട്ടം ഈ ആശുപത്രിക്കകത്തേക്ക് സഹായം തേടുന്നതിനായി അവരൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ അവിടേക്ക് കടക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നതാണ്. ഏതാനും മിനിറ്റുകൾ എന്തായാലും അവർ ആ സഹായത്തിന് വേണ്ടി തേടുന്നുണ്ട്, അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ബിസ്മിന് ആശുപത്രിയിൽ വെച്ച് പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. അതിൽ ഓക്സിജൻ സപ്പോർട്ട് അടക്കം നൽകാൻ തയ്യാറായില്ല എന്നുള്ള പരാതി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന്, അതായത് വിളപ്പിൽശാല ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്രയും വേഗം കൊണ്ടുപോകാനാണ് അവിടെ ആവശ്യപ്പെട്ടത്. പക്ഷേ രോഗിയെ സ്റ്റേബിൾ ആക്കുന്നതിനുള്ള പ്രാഥമിക ചികിത്സ നൽകി രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായ ഒന്നും തന്നെ അവിടെ ചെയ്തില്ല എന്നുള്ളൊരു പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ബിസ്മിനെ അപ്പോൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്ന ഘട്ടത്തിലും പ്രാഥമിക ചികിത്സ അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്ന് കുടുംബത്തോട് അവിടുത്തെ ഡോക്ടർമാർ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ വിളപ്പിൽശാല ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കാതിരുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത് എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. ഇത് സംബന്ധിച്ച് കുടുംബം ഡിഎംഒയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഡിഎംഒയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. നമ്മൾ വിളപ്പിൽശാല ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു. അവർ വിശദീകരിക്കുന്നത് സാധ്യമായ ചികിത്സയൊക്കെ തന്നെ, അതായത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നൽകാനാകുന്ന ചികിത്സയൊക്കെ